ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇസ്ലാമിക ഗ്രന്ഥങ്ങളെ വെള്ളപൂശാനും മുസ്ലിങ്ങളുടെ പിന്തുണ പിടിച്ചുപറ്റി അങ്ങനെ എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കാനും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇസ്ലാമിനെ വെളുപ്പിച്ചുകൊണ്ടും ഞങ്ങളെ വിമർശിച്ചുകൊണ്ടും നിങ്ങൾ രംഗത്ത് വരരുത്. പേച്ച് കീറി ഞാൻ വെയിലത്ത് വെച്ച് ഉണക്കും. ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഇല്ലാത്തതോ മുസ്ലിം പുരോഹിതന്മാര് പറയാത്തതോ ആയിട്ടുള്ള യാതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇതുവരെ. ഉമ്മയെ ഭോഗിക്കാനും മകളെ ഭോഗിക്കാനും അതുപോലെ സഹോദരിയെ ഭോഗിക്കാനും ഉമ്മുമ്മയെ ഭോഗിക്കാനും ഒക്കെയുള്ള തെളിവുകൾ ഉസ്താദുമാര് പറഞ്ഞതു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സ്വന്തം ബീജത്തിൽ ജനിച്ച കുട്ടിയെ കെട്ടാൻ ആരാ പറഞ്ഞത്? കർമ്മശാസ്ത്ര ഗ്രന്ഥമാ പറഞ്ഞത്. ഷാഫി മദ്ഹബ് അനുസരിച്ചിട്ടുള്ള പുസ്തകമാ പറഞ്ഞത്. അപ്പോൾ ഇവരെ ന്യായീകരിക്കാനും വെളുപ്പിക്കാനും വരുന്ന ആളുകൾ ജാഗ്രതയോടുകൂടി ഇരുന്നോ. തൂറിയവനെ ചുമന്നാൽ ചുമന്നവനും നാറും എന്ന ഒരു ചൊല്ലുണ്ട്. ഒന്ന് നോക്കുന്നത് നല്ലതാ. പിന്നെ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ, ഇസ്ലാമിക ഗ്രന്ഥങ്ങളെ കുറിച്ച് പറയുമ്പോൾ, ഉസ്താദുമാര് പറഞ്ഞത് പറയുമ്പോൾ നിങ്ങൾ അതിനകത്ത് ഒരുപാട് സദാചാരം ഒന്നും പ്രതീക്ഷിച്ചു പോകരുത്. അങ്ങനെ നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ തെറ്റല്ല. പറഞ്ഞതിന് ഉത്തരവാദി ഞാനാണ്. നിങ്ങൾ എന്താണ് കേട്ടത്, നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത് എന്നതിൻ്റെ ഉത്തരവാദികൾ നിങ്ങൾ മാത്രമാണ്. അപ്പോൾ ഉമ്മയും മകളും ഇസ്ലാം എന്താണെന്ന് ആളുകളൊന്ന് അറിഞ്ഞോട്ടെന്നേ. കുറെ കാലമായില്ലേ വെളുപ്പിക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് കൂടുതൽ ആളുകൾ ഇസ്ലാമിലേക്കൊന്ന് ഒഴുകി വന്നോട്ടെ. അതിന് നിങ്ങൾ എന്തിനീ തടസ്സം നിൽക്കുന്നത്? ആളുകൾക്ക് ഈയാംപാറ്റകളെ പോലെ ഇസ്ലാമിലേക്ക് വരാൻ വേണ്ടിയിട്ട്, ഇസ്ലാമിന്റെ മൊറാലിറ്റി കണ്ടിട്ട്, ഇസ്ലാമിന്റെ മാനവികത കണ്ടിട്ട് ആളുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുവല്ലേ. വരട്ടെ. ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ ഉസ്താദുമാരെന്ന് കേട്ടാൽ തന്നെ ഇന്ന് സാധാരണ ജനങ്ങൾക്കറിയാം ഇവരെന്താണ് ചിന്തിക്കുന്നത്, ഇവരെന്താണ് പ്രവർത്തിക്കുന്നത്. കൃത്യമായിട്ടും അറിയാം. എന്തുകൊണ്ടാണ് ഇവരെ ഇങ്ങനെയായി തീരുന്നത്? ഇവര് പഠിപ്പിക്കുന്നതുമൊക്കെ ഇത്തരം ഗ്രന്ഥങ്ങളായതുകൊണ്ടാണോ? അതെ, ഒന്നാമത്തെ കാരണം അതാണ്. ഇനി രണ്ടാമത്തെ കാരണം, ഇവരെന്തിനു വേണ്ടിയാണ് ഇവിടെ വന്നിട്ടുള്ളത്? ഈ ഭൂമിയില് ജീവിക്കാനാണോ? അല്ല, മരിക്കാൻ. മരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന അനിർവചനീയമായ സ്വർഗമാണ് ഇവരുടെ സ്വപ്നം. അതിനുവേണ്ടി, അതിൽ അഭിരമിച്ച് ആ സ്വർഗം ലഭിക്കുന്നതിനു വേണ്ടിയാണ് ഇവരിവിടെ കൊള്ളയും കൊലയും ഒക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങ് അന്യമത വിരോധവും വെറുപ്പും വിദ്വേഷവും ഒക്കെ പ്രചരിപ്പിച്ച് ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോകുന്നത്. അപ്പോ ഇതും അതും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ചോദിച്ചേക്കാം. മരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താണ്? സെക്സ്. 72 പെണ്ണുങ്ങളുമായി. ഇവിടെയുള്ള പെണ്ണുങ്ങളെ പോലെയാണോ? അല്ല. അവരുടെ ഒരു കയ്യോ ഒരു വിരലോ എങ്ങാനും പുറത്തേക്കിട്ടാൽ, മുത്തിനകത്താണല്ലോ ഇപ്പോൾ ഉള്ളത്, ചിപ്പിക്കകത്ത് അടക്കപ്പെട്ട മുത്തു പോലെയാ. സൂര്യൻ വേണ്ട. ഇത് ഞാൻ പറഞ്ഞതല്ല, EP അബൂബക്കർ കാസിമി പ്രസംഗിച്ചതാ, ഞാൻ പറഞ്ഞതല്ല. അപ്പോ സൂര്യൻ, അതായത് നട്ടുച്ചയ്ക്ക് സൂര്യൻ ഉദിക്കാന്നൊക്കെ പറയില്ലേ, അതുപോലെ ഭയങ്കരമായ പ്രകാശമായിരിക്കും. അപ്പോൾ 72 പെണ്ണുങ്ങൾ ഇറങ്ങി അങ്ങോട്ട് നിന്നാല്, അതാ ഞാൻ പറഞ്ഞത്, അനിർവചനി, നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല. അപ്പോ ഇവർക്ക് ഒരുവനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നുമെന്ന് പറയുന്നത് പോലെ ഇവരാ സ്വർഗം, ആ സുന്ദരികളായ ഹൂറികൾ, മധ്യപ്പൊയ, ആ പൊയയ്ക്ക് വേണ്ടിയാണ് ഇവരിങ്ങനെ വായകളെ പോലെ ആയി മാറുന്നത്. ഇവർക്കാകെ വേണ്ടത് ആ പുഴയിൽ നീന്തി തുടിക്കാൻ. സോഡ ഉണ്ടാകുമോ എന്നറിയില്ല. ശരി, എന്ത് തന്നെ ആയിരുന്നാലും ഒരു ഉസ്താദ് നീണ്ട പ്രഭാഷണമാണ്. തീർച്ചയായിട്ടും ഇത് നമ്മൾ കേൾക്കേണ്ടുന്ന വിഷയവുമാണ്. നമുക്കത് കേൾക്കാം. ഒരാൾ വ്യഭിചാരം സ്വപ്നം കണ്ടാൽ അതിന്റെ വ്യാഖ്യാനം എന്താണ്? പല ആളുകളും വ്യഭിചരിക്കുന്നത് സ്വപ്നത്തിൽ ദർശിച്ചിരിക്കാം. ഇനി കണ്ടാൽ പോലും പുറത്തു പറയാൻ മടിക്കുന്ന ഒരു സ്വപ്നമാണ് ഇത്തരം സ്വപ്നങ്ങൾ.
അതുകൊണ്ട് തന്നെ അതിന്റെ വ്യാഖ്യാനം നമുക്ക് ചെറിയ രൂപത്തിൽ ഒന്ന് പരിശോധിക്കാം. ഇബ്നു സീരീൻ തങ്ങൾ പറയുന്നത് കാണാം, ഒരു പുരുഷൻ വ്യഭിചാരം സ്വപ്നം കണ്ടാൽ അത് നിയമങ്ങൾ ശിക്ഷിക്കാൻ കാരണമായേക്കാവുന്ന പ്രവൃത്തികൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് അതിന്റെ സൂചന. ഭാര്യ തനിക്കറിയാവുന്ന മറ്റൊരു പുരുഷനുമായി വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നത് സ്വപ്നം കണ്ടാൽ അതിന്റെ അർത്ഥം ഏത് വഴി സ്വീകരിച്ചുകൊണ്ടും അറിയുന്ന വ്യക്തിയിൽ നിന്ന് സമ്പത്ത് കൈവശപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു എന്നാണ് അതിന്റെ സൂചന. ഒരു പുരുഷൻ മറ്റൊരു പുരുഷനുമായി ഇങ്ങനെയുള്ള ബന്ധത്തിൽ ഏർപ്പെടുന്നതായിട്ടാണ് കാണുന്നതെങ്കിൽ ഇവർക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാകുമെന്നാണ് അതിന്റെ സൂചന. ഇനി ഒരു പുരുഷൻ തനിക്കറിയാത്ത ഒരു സ്ത്രീയുമായി വിചാരത്തിൽ ഏർപ്പെടുന്നത് കണ്ടാൽ ഹൈറിന്റെയും സന്തോഷത്തിന്റെയും മേലാണ് അത് അറിയിക്കുക. അതല്ല, തനിക്കറിയാവുന്ന ഒരാളെയാണ് സ്വപ്നം കാണുന്നതെങ്കിൽ അവർക്കിടയിൽ മോശപ്പെട്ട വെറുക്കപ്പെടുന്ന അനിഷ്ടം ചില സംഭവങ്ങൾ ഉണ്ടാകും എന്നതാണ് അതിന്റെ സൂചന. ഒരു യുവാവ് ഒരു യുവതിയെ വ്യഭിചാരം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്നതായി അവൾ കാണുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ധാരാളം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുമെന്നാണ് അതിന്റെ അർത്ഥം. വിവാഹം കഴിക്കാത്ത പെണ്ണാണ് ഈ രൂപത്തിൽ സ്വപ്നം കാണുന്നതെങ്കിൽ അവരുടെ വിവാഹത്തിലേക്കുള്ള ആഗ്രഹത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വിവാഹം കഴിക്കാത്ത പെണ്ണ് ഇപ്രകാരം സ്വപ്നം കണ്ടാൽ ആ പെണ്ണിന്റെ ജീവിതത്തിൽ മോശപ്പെട്ട സ്വഭാവമുള്ള ചില വ്യക്തികളുണ്ട് എന്നതാണ് അതിന്റെ സൂചന. ഇനി വിവാഹം കഴിച്ച ഒരു പെണ്ണ് തന്റെ ഭർത്താവല്ലാത്ത മറ്റൊരു പുരുഷനുമായി വിചാരത്തിൽ ഏർപ്പെടുന്നത് കണ്ടാൽ തനിക്ക് പിന്നീട് ലഭിക്കാവുന്ന ധാരാളം സമ്പത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. വിവാഹിതയായ പെണ്ണ് ഒരു ചെറുപ്പക്കാരനെ വ്യഭിചാരത്തിന് വേണ്ടി നിർബന്ധിക്കുന്നതായി കണ്ടാൽ ഈ പെണ്ണ് തനിക്ക് ധാരാളം പ്രയാസങ്ങൾ ഉണ്ടാക്കും എന്നതാണ് അതിന്റെ സൂചന. ഗർഭിണിയായ ഒരു പെണ്ണാണ് വ്യഭിചാരം സ്വപ്നം കാണുന്നതെങ്കിൽ ഈ പെണ്ണിന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും. എന്നാൽ ആ പ്രയാസങ്ങൾ ഉടനെ തന്നെ അവസാനിക്കും എന്നും കാണാം. ഇനി സ്വന്തം മാതാവുമായി വിചാരത്തിൽ ഏർപ്പെടുന്നത് സ്വപ്നം കണ്ടാൽ ഭാവിയിൽ തന്റെയും പിതാവിന്റെയും ഇടയിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകുമെന്നും ഒരുപാട് തർക്കങ്ങൾ ഉണ്ടാകുമെന്നും കിതാബിൽ കാണാം. തന്റെ ഇങ്ങനെയൊക്കെ എഴുതി വെക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? അമ്മ, പെങ്ങൾ, മകൾ, പിതാവ്, സഹോദരൻ, ഇത്തരം ബന്ധങ്ങൾ പവിത്രമാണ് എന്ന് വിശ്വസിക്കുന്ന എന്ന് കരുതുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം മാതാവിനെ വ്യഭിചരിക്കുക, അങ്ങനെ പറയാൻ ചിന്തിക്കാൻ പോലും തലച്ചോറ് പ്രവർത്തിക്കുന്ന ഒരാൾക്ക് സാധിക്കില്ല. പക്ഷേ ഇവർക്ക് സാധിക്കും. കാരണം ഇവർ 24 മണിക്കൂറും മതമാണ് തിന്നുന്നത്. ചെറിയ സഹോദരിയുമായി വിചാരത്തിൽ ഏർപ്പെടുന്നത് കണ്ടാൽ തനിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി വിവാഹം കഴിയാത്ത വലിയ സഹോദരിയുമായി വിചാരത്തിൽ ഏർപ്പെടുന്നത് സ്വപ്നം കണ്ടാൽ ആ സഹോദരിയുടെ വിവാഹം അടുത്തിരിക്കുന്നു എന്നതാണ് അതിലേക്ക് സൂചിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെയുള്ള സ്വപ്നങ്ങൾ കാണാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഉമ്മയെയും ഇളയ പെങ്ങളെയും മൂത്ത പെങ്ങളെയും കല്യാണം കഴിഞ്ഞ പെങ്ങളെയും അപ്പുറത്തെ വീട്ടിലെ അയൽക്കാരനെയും അയൽക്കാരന്റെ ഭാര്യയെയും ഇവർക്ക് ഇതേ ഉള്ളോ ചിന്ത? അങ്ങനെയൊക്കെ ചിന്തിക്കാൻ വരട്ടെ കേട്ടോ. ഇത് ഈ ഒരു മതവും ഈ ഒരു മതപ്രമാണവും വെച്ചിട്ട് ഒരു ഉസ്താദ് പറഞ്ഞതാണ്. പക്ഷേ എല്ലാ ഉസ്താദുമാർക്കും ഇത് തന്നെയൊന്നും അല്ല അഭിപ്രായം കേട്ടോ. ഇത് നമ്മൾ ഇസ്ലാം പറയുന്നതാണ് എന്നൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇതാണ് എല്ലാ ഉസ്താദുമാരും സംസാരിക്കുന്നത്. എല്ലാവർക്കും ഈ ഭോഗവും ഇതുമൊക്കെ മാത്രമേ ഉള്ളൂ, അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. അടുത്തത് വരുന്നുണ്ട്. ഈ ഉസ്താദിനെ മാത്രം ഒരുപാട് സംശയങ്ങൾ ഇങ്ങനെ ഉസ്താദിനോട് എഴുതി ചോദിക്കാറുണ്ട് ആളുകൾ. എഴുതിയ കൂട്ടത്തിൽ ഒരു ചോദ്യം, ഉസ്താദ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ കുറച്ച് നാളായി ഇടയ്ക്കിടയ്ക്ക് അന്യപുരുഷനുമായി ബന്ധപ്പെടുന്ന സ്വപ്നം കാണാറുണ്ട്. അതിന്റെ പേടിയിലും ഉത്കണ്ഠയിലും എന്റെ ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നില്ല. ആ സ്വപ്നത്തിന്റെ അർത്ഥം പറയുമോ? അന്യപുരുഷനുമായി കൊണ്ട് ബന്ധപ്പെടുക, അത് സ്വപ്നം കാണുക എന്ന് പറയുമ്പോൾ ഒരുപാട് വ്യാഖ്യാനം അതിലേക്ക് മഹാനായ ഇമാം ഹസ്രത്ത് ദാനിയൽ റഹിമഹുല്ലാഹ് വ്യാഖ്യാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. വ്യക്തമായിക്കൊണ്ട് അത് വിശദീകരിച്ചിട്ടുണ്ട്. അതായത് ആ വ്യാഖ്യാനം പറയുമ്പം നമ്മൾ അന്യ പുരുഷനുമായി ബന്ധപ്പെടുക എന്ന് പറയുമ്പോൾ ആ പുരുഷന്റെ സ്ഥാനത്ത് വരുന്ന ആളുകൾക്കനുസരിച്ചുകൊണ്ട് വ്യാഖ്യാനങ്ങൾ മാറിക്കൊണ്ടിരിക്കും. തീർത്തും അന്യപുരുഷൻ തന്നെയാണ്. കുടുംബത്തിലും അന്യപുരുഷന്മാരുണ്ടാകും, കുടുംബത്തിലല്ലാതെ ഉണ്ടാകും. അപ്പൊ പുറത്തുള്ള അന്യപുരുഷന്മാരാണെങ്കിൽ വ്യാഖ്യാനം വേറെ, കുടുംബത്തിലുള്ളപ്പോൾ നമ്മുടെ ഭർത്താവിന്റെ അനിയൻ അതും അന്യൻ തന്നെയാണ്. കുടുംബത്തിൽ ആരും ശരിക്കും കാണാൻ പറ്റാത്തവരാണല്ലോ. അങ്ങനെ തുടങ്ങിയിട്ട് അതുപോലെ തന്നെ വൃദ്ധ കുട്ടികളുമായിക്കൊണ്ട് സ്ത്രീകളുമായിക്കൊണ്ട് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ വ്യാഖ്യാനം അവിടെയൊക്കെ മാറിക്കൊണ്ടിരിക്കും. ഏതായാലും ഒരു നല്ലൊരു വ്യാഖ്യാനമായിക്കൊണ്ട് അവർക്ക് മഹാന്മാർ രേഖപ്പെടുത്തി വെക്കുന്നില്ല. പൊതുവെ നല്ലതായിട്ടല്ല അതിന്റെ വ്യാഖ്യാനം വരുന്നത്. ഇപ്പൊ ഒരു പുരുഷനുമായിക്കൊണ്ട് കുടുംബത്തിലല്ലാതെ അന്യപുരുഷനുമായിക്കൊണ്ടാണ് ഈ ഒരു ബന്ധപ്പെടൽ ഉണ്ടാകുന്നതെങ്കിൽ
ആ ഒരു പ്രവൃത്തിയിൽ അവർക്ക് നേട്ടവും ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅ തൊട്ട് അവർ അകന്നു ജീവിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ അവർ ആരോടാ കണ്ടത്? അവർ അതിപ്പോ അന്യ സ്ത്രീയുമായി കൊണ്ട് ബന്ധപ്പെടുന്നത് കണ്ടാലും അങ്ങനെ തന്നെ വ്യാഖ്യാനം, അന്യ പുരുഷനുമായി കൊണ്ട് ബന്ധപ്പെടുന്നത് കണ്ടാലും അങ്ങനെ തന്നെ വ്യാഖ്യാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്ത് ഗൗനിക്കുകയില്ല. അവൻ നബി തങ്ങളുടെ ശരീരം പറ്റിയിട്ട് സുന്നത്ത് പരമാവധി മുറുകെ പിടിച്ച് ജീവിക്കലാണ് നമ്മുടെയൊക്കെ ദൗത്യം, ഉത്തരവാദിത്യം, അതുപോലെ തന്നെ കടമ. അതിന് വ്യതിരിച്ചു കാര്യം മനസ്സിലായല്ലോ. അതായത് വ്യഭിചരിക്കുന്നതാണോ പെണ്ണോ സ്വപ്നം കണ്ടാൽ പ്രവാചകന്റെ ചര്യത്തൊട്ട് അവൻ വിട്ടു നിൽക്കുന്നവനാണ്. ഉണ്ടായിരിക്കും അത് പോവുക. ഇനി കുടുംബത്തിൽ നിന്നാവുമ്പോൾ ഇപ്പം ഭർത്താവിന്റെ അനിയനെ, അതുപോലെ ജ്യേഷ്ഠനെ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള അങ്ങനെ ഏതെങ്കിലും നമ്മുടെ കുടുംബമായി കൊണ്ട് ബന്ധപ്പെട്ടുള്ള ഒരു വിഷയത്തിലാണെങ്കിൽ ആ വീട്ടിൽ സ്നേഹങ്ങൾ ഉണ്ടാവുകയില്ല. അവർക്ക് മറ്റുള്ളവരുടെ ദേഷ്യങ്ങളായിരിക്കും, അകൽച്ചയായിരിക്കും, കുടുംബത്തിൽ അകൽച്ച വന്നുകൊണ്ടേ നിൽക്കും. ഈ രൂപത്തിലായിരിക്കും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഉണ്ടാവില്ല, ദുരിതങ്ങളും അവർക്ക് വിട്ടുമാവില്ല. ഇത് ആത്യന്തികമായി ഇസ്ലാമിന്റെ കൽപ്പന ഇങ്ങനെ തന്നെയാണോ ഉസ്താദ്? അല്ല, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. എന്നാൽ അഭിപ്രായങ്ങള് മാറ്റാലോ, ഇരുമ്പലൊക്കെയൊന്നും അല്ലല്ലോ. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് മലയാളം ഇസ്ലാമിക് കോഴ്സ് എന്ന ഈ ചാനലിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന അറിവ് വ്യഭിചാരം സ്വപ്നം കണ്ടാൽ വ്യാഖ്യാനം ഉള്ളത്. വ്യഭിചാരം സ്വപ്നം കണ്ടാൽ അതിന്റെ വ്യാഖ്യാനം എങ്ങനെയാണ്? മഹത്തുക്കൾ വ്യഭിചാരം സ്വപ്നം കാണുന്ന വ്യത്യസ്തമായ സ്വപ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള വ്യാഖ്യാനങ്ങളാണ് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. ഒരാൾ തന്റെ ഭാര്യ മറ്റുള്ള ഒരാളുമായി വ്യഭിചരിക്കുന്നതാണ് സ്വപ്നം കാണുന്നതെങ്കിൽ അത് വളരെ നല്ല സ്വപ്നമാണ്. പുരുഷൻ മറ്റൊരു പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായി സ്വപ്നം കണ്ടാൽ അത് വളരെ നല്ല സ്വപ്നമാണ്. ഏതൊരു വ്യക്തിയുമായിട്ടാണോ ഇത്തരത്തിൽ കാണുന്നത് ആ വ്യക്തിയുമായി സുദൃഢമായ വിശ്വസ്തതയുള്ള മനോഹരമായ ഒരു സൗഹൃദം ഉണ്ടാകുമല്ലോ എന്നാണ് മഹത്തുക്കൾ ഇതിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നത്. ആ സൗഹൃദം വളരെ ആഴത്തിലും വിശ്വസ്തതയിലുമായിരിക്കും പറയുന്നു. തനിക്കറിയാത്ത ഒരു സ്ത്രീയുമായി വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നതായി ഒരു പുരുഷൻ സ്വപ്നം കണ്ടാൽ അയാൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ സുബ്ഹാനഹു നൽകുമെന്നാണ് ഇനി മുതൽ എല്ലാവരും അങ്ങ് കണ്ടു തുടങ്ങിക്കോളും. വിശ്വാസികളായിട്ടുള്ള ആളുകളൊക്കെ ഇങ്ങനെ അവിഹിതങ്ങൾ കണ്ടു തുടങ്ങിയാൽ മതി, ധാരാളം അനുഗ്രഹങ്ങൾ ഉണ്ടാകും, ആ വ്യക്തിയുമായിട്ട് സുദൃഢമായ ബന്ധമുണ്ടാകുമെന്നൊക്കെയല്ലേ ഉസ്താദ് പറഞ്ഞത്. എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? ഇവർക്ക് തന്നെയും പിന്നെയും ചിന്തിക്കാനും പ്രവർത്തിക്കാനും പറയാനും പ്രസംഗിക്കാനും ഈ ഒരൊറ്റ വിഷയമേ ഉള്ളൂ. ഉളുപ്പില്ലാത്ത ഒരു കൂട്ടര്. ഭർത്താവിന്റെ അവിഹിതം, ഭാര്യയുടെ അവിഹിതം, ഉമ്മയെ വ്യഭിചരിക്കുന്നത്, ഇളയ പെങ്ങളെ, മൂത്ത പെങ്ങളെ, പിതാവിനെ, മാതാവിനെ, പെങ്ങളെ, ആങ്ങളെ. ഇവനൊക്കെ ഏത് നാട്ടിലാണ് ജീവിക്കുന്നത്? നിങ്ങളുടെ നാട്ടിലൊന്നും കൈക്കരുത്തുള്ള ആളുകളില്ലേ? ഇവന്റെയൊക്കെ പബ്ലിക്കിൽ പിടിച്ചു കെട്ടി മോന്തയടിച്ചു പറിക്കാൻ, മോന്തയടിച്ചു പൊട്ടിക്കാൻ. എന്താണ് ഇവനൊക്കെ ഈ പറയുന്നത്? ഒരാൾ പറയുന്നു ഒരു കിതാബ്, ഒരാൾ പറയുന്നു അവിഹിതം കണ്ടാൽ നല്ലതാണെന്ന്, മറ്റൊരാൾ പറയുന്നു അവിഹിതം കണ്ടാൽ റസൂലിന്റെ ചര്യത്തൊട്ട് പിന്തിരിഞ്ഞു നിൽക്കുന്നവനാണെന്ന്. ഏത് വിശ്വസിക്കണം? അതിലേറെ രസകരം, ഇതിന് ഇത്തരം വീഡിയോകൾക്ക് ലക്ഷക്കണക്കിന് വ്യൂവേഴ്സ്. അതുപോലെ അതിന്റെ അടിയിൽ വരുന്ന സംശയങ്ങൾ. അയ്യോ, ഒരു സ്ത്രീ സ്വയംഭോഗം സ്വപ്നം കണ്ടാൽ, ഭർത്താവിന്റെ അവിഹിതം സ്വപ്നം കണ്ടാൽ, ഭർത്താവും ഉമ്മയും തമ്മിൽ ബന്ധപ്പെടുന്നത് സ്വപ്നം കണ്ടാൽ എന്ത് ചെയ്യണം ഉസ്താദേ? ഇതൊന്ന് പറഞ്ഞു തരണേ, എന്റെ ചങ്കു പിടയുന്നേ, എനിക്ക് സമാധാനമില്ലേ. ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. ഒന്നും പറയാനില്ല. എന്റെ ചാനൽ കാണുന്ന ആളുകളെ എനിക്കറിയാം, അവരേതാണ്ട് തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിക്കുന്നവരാണ് എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തിൽ അഭിപ്രായം എന്നും അറിയിക്കാൻ താല്പര്യപ്പെടുന്നു. നന്ദി. ഉസ്താദുമാരാണ് ഇസ്ലാമിനെ ഇസ്ലാമാക്കി മാറ്റുന്നത് അല്ലേ? ആ ഉസ്താദുമാര് പറയുന്നത് എത്രയോ വർഷം പഠിച്ചിട്ടല്ലേ അല്ലേ? മതഗ്രന്ഥങ്ങളിൽ ഉള്ളതല്ലേ പറയുന്നത്. അപ്പൊ പിന്നെ അതാർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? അപ്പൊ ആ ഉസ്താദുമാര് പറയുന്ന ഇത്തരം വസ്തുതകളാണ് ഇസ്ലാമിക പ്രമാണങ്ങളിലുള്ള വസ്തുത. അത് നമ്മൾ പറയുമ്പോൾ എങ്ങനെയാണ് ഇസ്ലാമിനെ കരിവാരി തേക്കാനായി മാറുന്നത്? ഉമ്മയെയും മകളെയും പെങ്ങളെയും ഇതെല്ലാ രൂപത്തിലുള്ള ഭോഗങ്ങളും പറയുന്നത് ആരാ? ഉസ്താദുമാരാ. അപ്പൊ ആദ്യം മതം രക്ഷപ്പെടണമെങ്കിൽ, മതം ഏറിൽ നിന്നും താഴെ വരണമെങ്കിൽ ഉസ്താദുമാരുടെ വായ്ക്ക് നിങ്ങൾ പൂട്ടിടണം. അതല്ലെങ്കിൽ ഈ കണ്ടെയ്നറുകളിൽ എടുത്താലും തീരാത്തത്ര പുസ്തകങ്ങളെല്ലാം വാരി കൂട്ടിയിട്ട് മണ്ണെണ്ണ ഒഴിച്ച് തീ വയ്ക്കണം.